നമസ്കാരം. തിങ്കളാഴ്ച മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് കൂടി സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ഭാരതം. അന്നാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ. ഈ ചടങ്ങ് പൂർത്തിയാവുന്നതോടുകൂടി ഭഗവാൻ ശ്രീരാമൻ അയോധ്യയിൽ കുടികൊള്ളും. 84 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്നതാണ് രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. എന്നാൽ എന്താണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? ഹിന്ദു ആചാരപ്രകാരം ഏറെ പ്രധാനപ്പെട്ട ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠ. വേദമന്ത്രങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ മൂർത്തിയെ പ്രതിഷ്ഠിക്കുന്നതിനെയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. യോഗശാസ്ത്ര പ്രകാരം വിഗ്രഹത്തിലേക്ക് ശക്തി പകരുന്ന ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠ. അതായത് ദേവന്റെ ചൈതന്യം വിഗ്രഹത്തിലേക്ക് ആവഹിക്കുക. ഇതോടെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയും വിഗ്രഹത്തിൽ കുടികൊള്ളുമെന്നാണ് വിശ്വാസം. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ 1 മണി വരെ നീളും. എന്നാൽ 84 സെക്കൻഡാണ് പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള മുഹൂർത്തത്തിന്റെ ദൈർഘ്യം. ഇതുമായി ബന്ധപ്പെട്ട ജന്മനിയോഗം ലഭിച്ചതാവട്ടെ നമ്മുടെ പ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും. ഐതിഹ്യമനുസരിച്ച് ഭഗവാൻ ശ്രീരാമൻ ജനിച്ചത് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണെന്നാണ് വിശ്വാസം. ഇതേ തുടർന്നാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ 12 മണിക്ക് ശേഷം നിശ്ചയിച്ചത്. തിങ്കളാഴ്ച 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 8 സെക്കൻഡിനും 30 മിനിറ്റ് 32 സെക്കൻഡിനും ഇടയിലാണ് പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കേണ്ടത്. ഇതോടെ ശ്രീരാമ ചൈതന്യം രാംലല്ലയിൽ ആവഹിക്കപ്പെടും. ഇത് കഴിഞ്ഞാൽ വിവിധ പൂജകൾ നടക്കും. ഇവയെല്ലാം പൂർത്തിയായാൽ വിഗ്രഹത്തിൽ ആരാധന ആരംഭിക്കും. അതേസമയം രാജ്യമെമ്പാടുമുള്ള ആളുകൾ പ്രാണപ്രതിഷ്ഠ ആഘോഷമാക്കാനുള്ള ആവേശത്തിലാണ്. രാമമന്ത്ര മുഖരിതമാണ് അയോധ്യ. അയോധ്യയിൽ എവിടെയും പോയാൽ ജയ് ശ്രീരാം വിളികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. വഴിയോരങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഉൾപ്പെടെ ഒഴുകുന്ന രാമനാമത്താൽ അയോധ്യ ആത്മീയതയിൽ മുഴുകിക്കഴിഞ്ഞു. പാരമ്പര്യവും ആധുനികതയും ഇഴകിച്ചേർന്ന പുതിയ അയോധ്യ അതിന്റെ അലങ്കാരത്തിലും സമ്പന്നമായ സംസ്കാരത്തിലും പ്രകടമാണ്. വരുന്ന തിങ്കളാഴ്ചയാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ പുതിയ അയോധ്യ ത്രേതായുഗത്തെ അനുസ്മരിപ്പിക്കുന്ന ഒന്നായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. വഴിയോരങ്ങളിലെ കടകളിലെല്ലാം പാറുന്ന രാമപതാകകൾ രാമഭക്തർക്കെല്ലാം മനം മയക്കുന്ന ഒരു കാഴ്ചയാണ്. രാംഘട്ടിൽ നിന്നും അയോധ്യയിലേക്ക് പ്രവേശിക്കുന്നവരെ വരവേൽക്കുന്ന നഗരത്തിന്റെ പ്രൗഢി ദീപാവലിയെ പോലെ അനുസ്മരിപ്പിക്കുകയാണ്. അയോധ്യയുടെ കാറ്റിൽ ഒഴുകുന്ന ഇൻപമേറിയ ഗാനങ്ങൾ രാമഭക്തരെ ആവേശത്തിലാഴ്ത്തുകയും ചെയ്യുന്നു. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.